Praise the Lord. Praise the Lord. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. अनुग्रह के इस समय के लिए परमेश्वर का धन्यवाद देता हूँ. Praise the Lord. Praise the Lord. ദിവസത്തെ ദൈവജനമായിട്ട് ഒരു പ്രാവശ്യം നിൽപ്പാൻ കർത്താവ് ജീവിതത്തിൽ ഭാഗ്യം തരുന്ന ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. परमेश्वर के वचन को लेकर और एक सुंदर अवसर दिया है, इसलिए मैं प्रभु को धन्यवाद देता हूँ. എല്ലാവരും കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. सभी अपने हाथों को उठाकर परमेश्वर को धन्यवाद दें. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 40. मरकुस रचित सुसमाचार उसका 4था अध्याय उसका 41 वचन. वे बहुत ही डर गए और आपस में बोले, ये कौन है कि आंधी और पानी भी इसकी आज्ञा मानते हैं. अपने आंखों को बंद करें, प्रार्थना. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. സമയബദ്ധമായി നിൽക്കുന്ന കർത്താവിനെ കൃപയും സാന്നിധ്യം കൂട്ടിയിടണമേ. ശുശ്രൂഷിപ്പാനടികളെ ബലപ്പെടുത്തണമേ. കേൾക്കുന്ന ജനത്തെ അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ കർത്താവ് ശുശ്രൂഷിക്കുന്ന അടികൾക്ക് അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ അങ്ങനെ വലിയ സാന്നിധ്യം കൂട്ടിയിരിക്കണമേ. വചനത്തെ അനുഗ്രഹിച്ച് നൽകണമേ. യേശു നാമത്തിൽ തന്നെ ആമേൻ. Praise the Lord. Praise the Lord. കേരളത്തിലെ അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. केरला में अनिल बालचंद्र नाम के एक व्यक्ति है. അദ്ദേഹം ഈ ബിസിനസ്സുകാർക്ക് മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്ന മനുഷ്യനാണ്. वो जो बिजनेस जो करते हैं उनको एक मार्गदर्शन देते हैं. എങ്ങനെ ലാഭം ഉണ്ടാക്കാനുള്ള ട്രിക്കുകൾ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയായി അനിൽ ബാലചന്ദ്രൻ. कि बिजनेस में किस प्रकार से एक प्रॉफिट कमाया जाए, लाभ कमाया जाए, ऐसे वो मार्गदर्शन करते हैं. അദ്ദേഹത്തിന്റെ ഒരു മണിക്കൂറിന്റെ മെസ്സേജിന് और वो जो एक घंटे का जो मैसेज देते हैं 5 ലക്ഷം രൂപയാണ്. 5 लाख रुपए उनका जो फीस है. Praise the Lord. Praise the Lord. ബിസിനസ്സിനെ കുറിച്ച് ട്രിക്കുകൾ പറഞ്ഞു തരുന്നതിന് ഒരു മണിക്കൂർ പറഞ്ഞു തരുന്നതിന് 5 ലക്ഷം രൂപ സംഘാടകർ കൊടുക്കണം. वो बिजनेस के बारे में जो जानकारी देते हैं, जो ट्रिक्स बताते हैं, 1 घंटे का उनका जो फीस है वो 5 लाख रुपए है. നമ്മൾ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുമ്പോൾ 15,000 രൂപ എങ്ങനെ കിട്ടും എന്നുള്ള ട്രിക്കുകൾ പുള്ളി പറഞ്ഞു തരുന്നത്. हम 15 रुपए अगर खर्च करते हैं तो उसका 15,000 रुपए कैसे मिलता है वो भाई बताते हैं. ബിസിനസ്സിന് വേണ്ടി മാത്രമാണ് പുള്ളി ക്ലാസ് എടുക്കുന്നത്. केवल बिजनेस के लिए वो एक क्लास चलाते हैं. ഒരു മണിക്കൂറിന് എത്ര ലക്ഷം രൂപയാ? 1 घंटे के लिए कितना रुपए? Praise the Lord. Praise the Lord. അപ്പോൾ അതിനെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നവര് तो उनके जो क्लास अटेंड करने के लिए जो लोग आते हैं, വലിയ എമൗണ്ട് കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടായിരിക്കുന്നത്. एक बड़ा अमाउंट देकर एक टिकट लेकर आते हैं. കാരണം ഇതിനെ ഒട്ടും സമയം വേസ്റ്റ് ആക്കരുതെന്ന് അവർക്ക് അറിയാം. क्योंकि उनको मालूम है इसमें कोई समय വേസ്റ്റ് ആക്കരുത്. खराब नहीं करना. Praise the Lord. Praise the Lord. അപ്പം ഇവർ കൊടുത്ത കാശ് പ്രയോജനപ്പെടുത്താൻ വേണ്ടി വളരെ ശ്രദ്ധിച്ചായിരിക്കുന്നത്. तो इन्होंने जो पैसा जो दिया है वो पैसा ശ്രദ്ധിച്ചായിരിക്കുന്നത്. इसलिए वो ध्यान पूर्वक बैठते हैं. ഹല്ലേലൂയ. ബിസിനസിനെ കുറിച്ച് കേൾക്കാനും കൊടുത്ത കാശ് വേസ്റ്റ് ആകരുതെന്നുള്ള രീതിയിൽ അവരിരിക്കുന്നത്. जो पैसा खर्च किया गया है वो वेस्ट ना हो, इसलिए वो ध्यान पूर्वक उस क्लास में बैठते हैं. Praise the Lord. Praise the Lord. 1.5 മണിക്കൂർ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നുണ്ട്. यहाँ पर 1-1 घंटे परमेश्वर का वचन प्रचार किया जाता है. അയാൾ പ്രസംഗിക്കുന്ന 1 മണിക്കൂറിന് 5 ലക്ഷം രൂപ കൊടുക്കുന്നത്. जब वो व्यक्ति 1 घंटा क्लास लेने के लिए 5 लाख रुपए लेता है, അത് പൈസ ഉണ്ടാക്കുന്ന കാര്യം മാത്രമേ പറയുന്നത്. वो तो केवल एक बिजनेस है, एक पैसा बनाने के लिए कार्य करता है. ഇവിടെ നമ്മൾ കേൾക്കുന്ന നമ്മുടെ ജീവിതം എങ്ങനെ അനുഗ്രഹിക്കപ്പെടണം നമ്മൾ കേൾക്കുന്നത്. यहाँ पे हम सुनते हैं कि हम अपने जीवन को कैसे अनुग्रहित करें. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെ അനുഗ്രഹിക്കപ്പെടണം. हमारा आत्मिक जीवन किस प्रकार से अनुग्रहित हो. നമ്മുടെ ഭൗതിക ജീവിതം എങ്ങനെ അനുഗ്രഹിക്കപ്പെടണം. हमारा भौतिक जीवन किस प्रकार से अनुग्रहित हो. നമ്മുടെ ശരീരം എങ്ങനെ ബലപ്പെട്ട് അനുഗ്രഹിക്കപ്പെടണം. हमारा शरीर किस प्रकार से बल पाकर अनुग्रहित होना है. നമ്മുടെ കുടുംബം എങ്ങനെ അനുഗ്രഹിക്കപ്പെടണം. हमारा जो कुटुंब है वो किस प्रकार से अनुग्रह में बढ़ना है. നമ്മുടെ തലമുറകൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടണം. हमारा पीढ़ी से पीढ़ी किस प्रकार अनुग्रह में बढ़ना है. എങ്ങനെ സ്വർഗ്ഗരാജ്യത്തിൽ പോകണം. हमें किस प्रकार से स्वर्ग राज्य में प्रवेश करना है. അതിനെക്കാട്ടിൽ അനിൽ ബാലചന്ദ്രൻ പറയുന്നതിനെക്കാട്ടും വിലപിടിപ്പുള്ള വചനം നമ്മൾ കേൾക്കുന്നേ. वो हम देखते हैं अनिल बालचंद्र उनसे बढ़कर हम इधर परमेश्वर के वचन को सुनते हैं. हालेलुया. हालेलुया. प्रेज द लॉर्ड. प्रेज द लॉर्ड. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? क्या आपको समझ में आया? प्रेज द लॉर्ड. हालेलुया. प्रेज द लॉर्ड. हालेलुया. ആമേൻ. आमीन.
നമ്മൾ വായിച്ച ഭാഗം ഇപ്രകാരം हमने जो पढ़ा है वचन वो इस प्रकार से है, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? क्या अब भी तुम्हें विश्वास नहीं है? അവർ വളരെ ഭയപ്പെട്ടു. वे काफी डर गए। കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ. आंधी और पानी भी उसकी आज्ञा मानते हैं। ഇവനാരെന്ന് തമ്മിൽ പറഞ്ഞു. वे आपस में विचार करने लगे ये कौन है? ഇന്നലെ രാത്രിയിൽ അല്പം ഈ വചനം നമുക്ക് ധ്യാനിക്കാനിടയായി തീർന്നു. कल रात को हमने इस वचन के ऊपर विचार विमर्श किया था। ഈ വചനം തന്നെ ഒന്നും കൂടെ സംസാരിക്കുന്ന ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ചോട്ടെ വചനം എടുത്തത്. फिर से एक बार परमेश्वर के आत्मा ने मुझे इस वचन के द्वारा बोलने के लिए प्रेरित किया है। യേശു സന്ധ്യാ സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു അക്കരയിലേക്ക് ബോട്ടിൽ പോകാൻ വേണ്ടി പറഞ്ഞു. प्रभु यीशु मसीह ने शाम के समय अपने चेलों से कहा कि हम संध्या काल के समय हम झील के उस पार चले। യേശുവും ശിഷ്യന്മാരും കൂടെ ഈ പടകിൽ കയറി യാത്ര തുടങ്ങി. और यीशु मसीह और उनके चेलों ने नाव पर अपनी यात्रा को तैयार किया। യേശു അമരത്തിങ്ങനെ ഇരിക്കുക. और प्रभु यीशु मसीह बैठे, हाँ, गद्दी पर सो रहे। ഹല്ലേലൂയ. हालेलुया। ഇരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ യേശു ഉറങ്ങാനിടയായി തീർന്നു. और कुछ समय बाद प्रभु यीशु मसीह उस गद्दी पर बैठे बैठे सो गए। ആ യാത്രയിൽ കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാറ്റും കടലും കൂടെ പ്രതികൂലമായി ഇവർക്ക് നേരെ വരുവാനിടയായി തീർന്നു. और जब चेले यात्रा कर रहे थे कुछ समय बाद हम देखते हैं कि और परिस्थिति सब विरोध में हो गया और आंधी और तूफान उठने लगे। ശിഷ്യന്മാരുടെ ഉള്ളിൽ വലിയ ഭയം നേരിടാനിടയായി और തീർന്നു. चेलों के अंदर एक बड़ा भय छा गया। ഹല്ലേലൂയ. ഇങ്ങോട്ട് പോകാൻ കഴിയും നടുക്കടലിൽ അവരായിരിക്കുന്നത്. और वे बीच नदी के बीच में थे। ഹല്ലേലൂയ. കടലിന്റെ സീയുടെ हालेलुया के बीच में, സമുദ്രത്തിന്റെ बीच में. ഹല്ലേലൂയ. हालेलुया। അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. और वहां पे हम बच निकलेंगे ऐसा कोई भी साधन नहीं था। അപ്പോഴാ പ്രതീക്ഷിക്കാത്ത പ്രതികൂലം കയറി വരുന്നത്. പ്രതീക്ഷിക്കാത്ത और वे नहीं जानते हुए ऐसा सारा जो परिस्थिति है उनके विरोध में था। അപ്പോൾ ഇവര് പ്രാണഭയത്തില് മരിക്കുമെന്നുള്ള ഭയമായവർക്ക് और उनके जीवन में एक मरने का एक भय था। ആ ഭയം ഉള്ളിൽ കയറിയപ്പോഴത്തേന് ഇവർ നിലവിളിക്കാൻ തുടങ്ങി. और जब वो भय चेलों के अंदर समा गया तब वे अपने जीवन के लिए वो चिल्लाने लगे। ഇവർ നോക്കിയപ്പോഴത്തേന് യേശു അമരത്ത് തലകണ വെച്ച് കിടന്നുറങ്ങുകയാ. और इन्होंने देखा कि परमेश्वर स्वयं गद्दी पर सो रहे हैं। ഹല്ലേലൂയ. हालेलुया। അപ്പോൾ യേശുവിനോട് ഇവർ ചോദിക്കുക, तब इन्होंने परमेश्वर से पूछा നശിച്ചു പോകുന്നതിൽ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ എനിക്ക് വിചാരമില്ലയോ എന്ന്. कि हम नाश हुए जाते हैं, क्या आपको हमारी चिंता नहीं? ആ സമയം യേശു ഉണർന്ന് उस समय प्रभु जाग उठे കാറ്റിനെയും കടലിനെയും ശാസിച്ചു. और आंधी और पानी और तूफान को डांटा। കാറ്റും കടലും ശാന്തമായി തീർന്നു. आंधी और तूफान शांत हुए। ഹല്ലേലൂയ. हालेलुया। കാറ്റിനെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കത്തില്ല. अगर हम आंधी को देखते हैं तो हम हवा को देख नहीं सकते। എപ്പോഴാ വരുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. वो कब आएगा ये भी हम समझ नहीं सकते। ഹല്ലേലൂയ. हालेलुया। കാറ്റിനെ നമുക്ക് കാണാൻ കഴിയത്തില്ല. കാറ്റ് എപ്പോഴാ വരുന്നത് നമുക്ക് അറിയത്തില്ല. हवा को हम समझ नहीं सकते और उसे वो कब आएगा हम इसे देख नहीं सकते। നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം പ്രതികൂലം കയറി വരുന്നത്. उसी प्रकार हमारे जीवन में प्रतिकूल अवस्था विरोध अवस्था कब आएगा हम नहीं जान सकते। പ്രശ്നം കയറി വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രശ്നം ഇത് എങ്ങനെ വന്നു എന്ന്. जब हमारे जीवन में संकट आता है तब हमें पता चलता है कि हम संकट से गुजर रहे हैं। പ്രതികൂലം കടന്നു വന്നു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും ഇത് എപ്രകാരം വന്നു നമ്മൾ ചോദിക്കും. जब सारा परिस्थिति हमारे विरोध में आता है तब हम सोच सकते हैं। പക്ഷേ യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ लेकिन प्रभु यीशु अगर हमारे साथ है तो പ്രതികൂലത്തിന്റെ നടുവിൽ യേശുവിനോട് നിലവിളിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ तो प्रतिकूल परिस्थिति में भी हम परमेश्वर को पुकारेंगे ऐसा हमारे जीवन में होगा। യേശു നമ്മുടെ ആ പ്രതികൂലത്തെ ശാസിക്കുവാനിടയായി തീരും. प्रभु यीशु मसीह उस प्रतिकूल परिस्थिति में भी ശാസിക്കാനിടയായി തീരും. हाँ, खिलाफत को डांटेंगे। Praise the Lord. Hallelujah. हालेलुया। Praise the Lord. യേശു പറഞ്ഞിട്ട് ഈ ശിഷ്യന്മാർ യാത്ര തുടങ്ങിയത്. परमेश्वर के कहने के बाद चेलों ने अपनी यात्रा को तैयार किया। നമ്മുടെ ജീവിതവും ദൈവഹിത പ്രകാരമാണെങ്കിൽ अगर हमारा भी जीवन परमेश्वर के अनुसार है तो ദൈവവചന പ്രകാരമാണെങ്കിൽ परमेश्वर के वचन के अनुसार है तो നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളെ ശാസിക്കുക നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ तो സാധിക്കും. हमारे जीवन में आते हुए प्रत्येक अवस्था में परमेश्वर उसे डांटने के लिए हमेशा तैयार है। ഹല്ലേലൂയ. യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. परमेश्वर ने चेलों को पूछा ऐसा एक നിങ്ങൾ എന്താ ഭയപ്പെടുന്നത്?
तुम क्यों डरते हो? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? क्या तुम्हें अभी भी विश्वास नहीं? ഹല്ലേലൂയ. हालेलुया। പ്രശ്നം കണ്ടിട്ട് എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? പ്രശ്നം കണ്ടിട്ട് എന്തിനാ ഭയപ്പെടുന്നത്? हाँ, प्रश्न को देखकर आप क्यों चिंता करते हो? ഇപ്പോൾ നിങ്ങൾക്ക് എന്നിൽ വിശ്വാസമില്ലയോ? क्या तुम्हें अभी भी विश्वास नहीं? ഹല്ലേലൂയ. हालेलुया। ഇന്ന് രാത്രി നമ്മുടെ വിശ്വാസം എപ്രകാരമാണ് ഉള്ളത്? आज देखिए हम कि हमारा विश्वास किस प्रकार का है। പ്രശ്നങ്ങളെ കണ്ട് നമ്മൾ ഭയപ്പെടുന്നവരാണോ? क्या प्रश्नों को देखकर, संकट को देखकर हम डर जाते हैं? ഇന്ന് പകലിൽ ആ അവിശ്വാസത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയണം. आज सुबह के समय हम अविश्वास को अपने अंदर से दूर करें। ആ ഭയത്തെ നമ്മൾ എടുത്തു കളയണം. उस भय को अपने अंदर से निकाल फेंके। എന്നിട്ട് അവർ അടുത്ത തീരത്തിലെത്തുവാനിടയായി തീർന്നു. और हम देखते हैं कि वो झील के उस पार पहुंचे। അത് ഈ അത്ഭുതം കണ്ടിട്ട് ഇവർ തമ്മിൽ ചോദിക്കുക, ये अद्भुत कार्य को देखकर वे आपस में बोलने लगे, ഇവൻ ആരാ? ये कौन है കാറ്റിനെയും കടലിനെ ഇവൻ ശാസിക്കുന്നു, जो आंधी और तूफान को भी आज्ञा देता है, കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നു. और आंधी और तूफान भी उसकी आज्ञा मानते हैं। ഇവൻ ആരാ? ये कौन है? ഇതിനു മുമ്പുള്ള അധ്യായങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല അത്ഭുതങ്ങളും ഈ ശിഷ്യന്മാരെ കണ്ടിട്ടുണ്ട്. इसके पहले अध्याय में देखते हैं तो कई अद्भुत बातें चेलों ने देखा है। ചില മാസങ്ങളായിട്ട് യേശുവിനോടൊപ്പം ഇവർ യാത്ര ചെയ്യുന്നവരാ. कई महीनों से ये यीशु मसीह के साथ यात्रा कर रहे हैं, പക്ഷെ ഇപ്പോഴും അറിയേണ്ടതുപോലെ ഈ ശിഷ്യന്മാർക്ക് യേശുവിനെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. लेकिन जिस प्रकार से प्रभु यीशु को समझना चाहिए अभी तक वही प्रभु यीशु को समझ नहीं पाए। ഇവർ തമ്മിൽ ഈ 12 പേര് ചോദിക്കുക, ഇവൻ ആരാ? वे आपस में ये 12 चेले आपस में बात कर रहे थे कि ये कौन है। അവിടെ ആരും ഉത്തരം പറയുന്നില്ല. वहां पे हम देखते हैं कोई उत्तर नहीं दे पा रहा था। ഒരു മനുഷ്യനും അറിയേണ്ടതുപോലെ അറിയാൻ കഴിയുന്നില്ലെന്ന് ശിഷ്യന്മാർ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. जिस प्रकार से यीशु को समझना चाहिए वे आपस में समझ नहीं पा रहे थे। ഇന്ന് പകലിൽ ലിവിംഗ് ക്രിസ്ത്യൻ ചർച്ചിലിരിക്കുന്ന പലർക്കും ഇങ്ങനെ അനുഭവമുള്ളത്. आज लिविंग क्रिश्चियन चर्च में बैठे हुए कई व्यक्ति के जीवन में यह अनुभव है। കുറെ വർഷം കൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇവിടെ കടന്നു വരുന്നുണ്ട്. कई साल हो गए उद्धार पाकर बपतिस्मा लेकर वो कलीसिया में आते जरूर है, ആരാധിക്കുന്നുണ്ട് ഇവിടെ കടന്നു വന്ന്. यहाँ पर आके आराधना भी करते हैं, പക്ഷെ യേശു ആരാണെന്ന് ചോദിച്ചാൽ പറയേണ്ടതുപോലെ പറയാൻ അവർക്ക് കഴിയത്തില്ല. लेकिन उनसे पूछा जाए कि प्रभु यीशु मसीह कौन है वे बता नहीं सकते। യേശു നിങ്ങൾ എന്തിനാ രക്ഷിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി പറയാൻ പലർക്കും അറിയത്തില്ല. अगर उनसे पूछा जाए कि आपने उद्धार क्यों पाया है वे बता नहीं सकते। നിങ്ങൾ എന്തിനാ സ്നാനപ്പെട്ടെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പറയാൻ ആർക്കും കഴിയത്തില്ല. आपने क्यों बपतिस्मा लिया है अगर उनसे पूछा जाए तो वो बता नहीं सकते। ഹല്ലേലൂയ. हालेलुया। ഇന്ന് पകൽ അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ऐसा अगर आज सुबह के समय ऐसा अगर कोई अवस्था हमारे जीवन में है तो ദൈവത്തോട് പ്രാർത്ഥിക്കുക. हम परमेश्वर से प्रार्थना करें, ദൈവമേ നിന്നെ അറിയാൻ എനിക്ക് കൃപ നൽകണമെന്ന് हे പ്രാർത്ഥിക്കട്ടെ. प्रभु तुझे समझने के लिए मुझे अनुग्रह दे। ഹല്ലേലൂയ. മത്തായി സുവിശേഷം chapter 16 13 से मत्ती 16 का 13 से पढ़ेंगे। यीशु कैसरिया फिलिप्पी के प्रदेश में आया हाँ। और अपने चेलों से पूछने लगा, हाँ। लोग मनुष्य के पुत्र को क्या कहते हैं? हाँ। उन्होंने कहा, कुछ तो यूहन्ना बपतिस्मा देने वाला कहते हैं, हाँ। और कुछ एलिया और कुछ यिर्मयाह हाँ। और कुछ भविष्यद्वक्ता में से कोई एक कहते हैं। आमेन. उसने उनसे कहा, परंतु तुम मुझे क्या कहते हो? हाँ. शमौन पतरस ने उत्तर दिया, हाँ। तू जीवित परमेश्वर का पुत्र मसीह है। आमेन. यीशु ने उसको उत्तर दिया, है शमौन योना के पुत्र, हाँ। तू धन्य है, हाँ। क्योंकि मांस और लहू ने नहीं परंतु मेरे पिता ने जो स्वर्ग में है हाँ। यह बात तुझ पर प्रकट की। Praise the Lord. Hallelujah. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് ശിഷ്യന്മാരോട് യേശു ചോദിക്കുക, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്നാ പറയുന്നേ? हम देखते हैं कि प्रभु यीशु मसीह चेलों से पूछते हैं कि तुम मेरे बारे में क्या समझते हो। കുറച്ചു മുമ്പ് നമുക്ക് കാണാൻ സാധിച്ചു ഈ ശിഷ്യന്മാർ തമ്മിൽ ചോദിക്കുക, ഇവൻ ആരാ? हम देखते हैं कि पहले अध्याय में हमने देखा कि चेले लोग आपस में बातचीत करने लगे कि ये व्यक्ति कौन है। കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് ആരാണെന്നാ പറയുന്നേ? कुछ समय बाद हम देखते हैं कि यीशु मसीह ने चेलों से पूछा कि तुम मेरे बारे में क्या जानते हो। അപ്പൊ പത്രോസ് ചാടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണെന്ന്. तो शमौन पतरस ने तुरंत जवाब दिया कि तू जीवते परमेश्वर का पुत्र मसीह है। അപ്പോൾ കർത്താവ് പറയാ, നിനക്ക് ജഡരക്തങ്ങളല്ല ഇത് വെളിപ്പെടുത്തി തന്നത്, ഹല്ലേലൂയ, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്ക് വെളിപ്പെടുത്തി തന്നതെന്ന്. तब प्रभु यीशु ने कहा, हे शमौन योना के पुत्र तू धन्य है, क्योंकि मांस और लहू ने नहीं परंतु मेरे पिता ने जो स्वर्ग में है ये बात तुझ पर प्रकट की है। ഹല്ലേലൂയ. हालेलुया। ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, യേശുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് തരുന്നത് ദൈവമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. या परमेश्वर के बारे में जो प्रकटीकरण है वो हम देखते हैं कि
पिता परमेश्वर ने शमूएल पर प्रकट किया। Praise the Lord. Praise the Lord. ആക്സിലോട്ട് വരുമ്പോ 16 chapter 16 വരുമ്പോ തുയതയിലെ ലുദിയെ കുറിച്ച് കാണാൻ സാധിക്കും. जब हम प्रेरितों के काम चौथे अध्याय में आते हैं तो हम थुआतीरा में लुदिया के बारे में देखते हैं। നദിയുടെ തീരത്ത് നിന്നുകൊണ്ട് പൗലോസും ശീലാസും കൂടെ സുവിശേഷം പ്രസംഗിക്കുക. नदी के तट पर जब पौलुस और सीलास जब प्रचार कर रहे थे, അത് കേൾക്കാൻ വേണ്ടി ലുദിയ അവിടെ കടന്നു വന്ന് കുറച്ച് നേരം നോക്കി നിന്നു. वहां देखते हैं कि लुदिया नाम की स्त्री आकर वहां पे कुछ देर आके वचन को सुन रही थी। അപ്പോൾ ദൈവം ലുദിയയുടെ ഹൃദയത്തെ തുറക്കുവാനിടയായി തീർന്നു. तब परमेश्वर ने लुदिया के मन को खोल दिया। ഹല്ലേലൂയ. അവൾ സുവിശേഷം കേട്ടു, രക്ഷിക്കപ്പെട്ടു, അവളുടെ കുടുംബം സ്നാനപ്പെട്ടു നമുക്ക് കാണാൻ സാധിക്കും. हम उस अध्याय में देखते हैं कि तो लुदिया ने उद्धार पाया, बपतिस्मा लिया, उसका सारा घराना वहां पे उद्धार पाया। അവിടെ അത്ഭുതമൊന്നും കണ്ടിട്ടല്ല ലുദിയ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത്. वहां पे किसी अद्भुत कार्य को देखकर लुदिया ने उद्धार नहीं पाया या बपतिस्मा नहीं लिया। യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം മാത്രം കേട്ട ലുദിയ അവിടെ രക്ഷിക്കപ്പെടുന്നത്. केवल उसने यीशु मसीह का सुसमाचार सुना और उसने उद्धार पाया। നമ്മൾ രക്ഷിക്കപ്പെട്ടവർ ദൈവവചനം എന്താ നമ്മളോട് പറയുന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. हम उद्धार पाए हुए लोग ये जानना चाहिए कि परमेश्वर का वचन हमसे क्या कहता है। യേശുവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വചനം കേട്ട് മുന്നോട്ട് പോകുന്നവരാ യഥാർത്ഥ ക്രിസ്ത്യാനികൾ നയിക്കുന്നത്. യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം നമ്മൾ കേൾക്കണം. प्रभु यीशु मसीह के बारे में होते हुए सुसमाचार हमने सुनना है और उसके अनुसार चलना है। യേശു എന്തിനാ ഈ ഭൂമിയിൽ വന്നത് നമ്മൾ മനസ്സിലാക്കണം. प्रभु यीशु मसीह क्यों इस पृथ्वी पर आए ये हमने जानना है। യേശു എന്തിനാ കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കണം. प्रभु यीशु मसीह ने कलवरी क्रूस पर अपना बलिदान क्यों दिया ये हमने समझना है। യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറയുന്ന ഭാഗം യോഹന്നാൻ സുവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. यूहन्ना बपतिस्मा दाता यूहन्ना की पत्री में इस प्रकार कहता है, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന യോഹന്നാൻ പറയുന്നത്. ये देखो ये परमेश्वर का वो मेमना है जो जगत के पापों को उठा ले जाता है। हालेलुया हालेलुया। ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. लोगों जगत के पापों को उठा ले जाने वाला परमेश्वर का मेमना है। ആ കർത്താവിനെ നമുക്ക് ഗത്സമനയിൽ കാണാൻ സാധിക്കും. उस परमेश्वर को हम गत्समने के बाद में देखते हैं। സകല മനുഷ്യരുടെ പാപത്തെ പകുച്ചുകൊണ്ട് ഗത്സമനയിൽ നിൽക്കുന്ന യേശുവിനെ കാണാൻ സാധിക്കും. सारे मानव जाति के पापों को लिए हुए परमेश्वर गत्समने के बाद में खड़ा है। हालेलुया. അവിടെ സകല മനുഷ്യരുടെ പാപം കർത്താവിന്റെ മേലേക്ക് വരുവാനിടയായി തീർന്നു. हम देखते हैं कि सारे मानव जाति का पाप जो है परमेश्वर ने अपने सिर पर उठा लिया। ഒന്ന് നിൽക്കാൻ പോലും കഴിയാതെ വണ്ണം ഹല്ലേലൂയ അവിടെ കവിഴ്ന്ന് വീഴുന്ന യേശുവിനെ ഗത്സമന തോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. वहां पर खड़े न होते हुए और गिरते हुए अवस्था में हम देखते हैं कि प्रभु यीशु को നമ്മുടെ സകലരുടെ പാപമാ യേശുവിന്റെ മുകളിലേക്ക് വന്നിരിക്കുന്നത്. हमारे सारे जो पाप है परमेश्वर ने अपने ऊपर उठा लिया। ആ തോട്ടത്തിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഹല്ലേലൂയ റോമൻ ഗവൺമെന്റ് പട്ടാളക്കാർ യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നു. और गत्समने के बाद से निकलते समय हम देखते हैं कि रोम की सरकार ने प्रभु यीशु मसीह को गिरफ्तार कर लिया। 5 കോടതികളിൽ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിക്കപ്പെടുന്ന യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കും. 5 कोर्ट में 6 बार। हाँ, पांच बार प्रभु यीशु मसीह को हम देखते हैं कि 6 टाइम्स 6 बार उसे एक कोर्ट से दूसरे कोर्ट में बदला गया। हालेलुया. हालेलुया. കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയാ ഈ ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുന്നത്. वो देखना चाहते थे कुछ ना कुछ वो प्रभु यीशु मसीह में ये കുറ്റം കണ്ടുപിടിക്കുക. कुछ ना कुछ वो गलती ढूंढने के प्रयास में उसे पकड़ना चाहते थे। പക്ഷേ 6 പ്രാവശ്യവും വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും യേശുവിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. लेकिन 6 बार भी उन्होंने प्रभु यीशु मसीह में कोई भी दोष नहीं पाया। എന്നിട്ടും അവർ ചാട്ടവാറ കൊണ്ട് അടിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു. तो उन्होंने प्रभु यीशु को कोड़े खाने के लिए सौंप दिया। हालेलुया. എന്തിനാ യേശു ക്രിസ്തു ആ കഷ്ടം അനുഭവിക്കുന്നത്? क्यों परमेश्वर ने ये कष्ट सहा? हालेलुया. പീലാത്തോസിന്റെ കൽത്തളത്തിൽ അടിയേറ്റ് പിടയുന്ന യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കും. पीलातुस के कटघरे में कोड़े खाने वाले यीशु को हम देखते हैं। हालेलुया. हालेलुया. സകല പെയിൻസും പൊട്ടിയിട്ട് രക്തം ഇങ്ങനെ ചീറ്റി ധാരധാരയായി ഒഴുകുന്ന യേശുവിനെ നമുക്ക് ഗർഭതയിൽ കാണാൻ സാധിക്കും. उसके सारे शरीर को चीरा गया और उसमें से लहू निकल रहा था, ये हम देख सकते हैं। ഓരോ പ്രാവശ്യം അടിക്കുമ്പോഴും മാംസങ്ങൾ ഇങ്ങനെ പരഞ്ഞു മാറുന്നുണ്ട്. एक बार कोड़े खाते समय उसका जो शरीर से सारे चिथड़े उड़ रहे थे हम देख सकते हैं। हालेलुया. ആ അടിയേറ്റ് പിടയുന്ന യേശുവിനെ ഗർഭതയിൽ നമുക്ക് കാണാൻ സാധിക്കും.
गब्दा में पीड़ा सहे हुए यीशु को हम देख सकते हैं। ഹല്ലേലൂയ. हालेलुया। എന്താ കാരണമായി ഇങ്ങനെ യേശു അടിയേറ്റപ്പെടുന്നതിന്റെ കാരണം? हाँ, प्रभु यीशु मसीह ने इतना कष्ट क्यों उठाया? ഹല്ലേലൂയ. हालेलुया। ഇപ്പോൾ യേശുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ മുൾമുടി അടിച്ച് തലയിൽ കയറ്റിയിട്ടുണ്ട്. अगर हम प्रभु यीशु मसीह को देखें तो एक बड़ा जो है कांटों का मुकुट उसके सिर पर लगाया गया। ശരീരം മുഴുവൻ ചാട്ടവാറ് കൊണ്ട് അടിച്ച് മുറിവേറ്റ ശരീരത്തെ നമുക്ക് കാണാൻ സാധിക്കും. और उसको इतने कोड़े मारे गए और उसका घाव लगा हुआ शरीर हम देख सकते ഒന്ന് हैं। നിൽപ്പാൻ പോലും കഴിയാതെ വണ്ണം വേദന അനുഭവിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. वो खड़े भी नहीं हो सकते थे, ऐसे अवस्था में हम उन्हें देख सकते हैं। കണ്ടാൽ നമുക്ക് ആളറിയാൻ സാധിക്കത്തില്ല. ഇപ്പോ और अगर हम उन्हें देखेंगे तो भी हम उन्हें समझ नहीं सकते। അങ്ങനെ ശക്തിയില്ലാത്ത വേദന കൊണ്ട് നിറയുന്ന യേശുവിന്റെ മുകളിലേക്ക് അതിഭാരമുള്ള ക്രൂശ് എടുത്തു വെച്ചു കൊടുത്തു. और वो सहन भी नहीं कर सकते थे, ऐसे क्रूस का भार उठाकर उन्होंने उनके कंधे पर रखा। ആ ഭാരമുള്ള കുരിശ് കൊണ്ട് വേച്ചും വിറച്ചും പോകുന്ന യേശുവിനെ നമുക്ക് ആ വഴിയിൽ കാണാൻ സാധിക്കും. हम देखते हैं फिर भी प्रभु यीशु मसीह उस क्रूस को उठाकर ऐसे किसी न किसी प्रकार से चल रहे थे। ഹല്ലേലൂയ. हालेलुया। കാൽവരിയിൽ ക്രൂശിൽ കൊണ്ടുപോയിട്ട് കാൽവരിയിൽ കൊണ്ടുപോയി പട്ടാളക്കാർ യേശുവിനെ രണ്ട് കൈകളിലും ഇരു കാലുകളിലും ആണിയടച്ച് ക്രൂശിക്കുന്ന ഭാഗം നമുക്ക് പിന്നെ കാണാൻ സാധിക്കുക. और गोलगोथा पहाड़ पर जाकर हम देखते हैं कि उन्होंने प्रभु यीशु मसीह को किस प्रकार कीलों से ठोक दिया। ഹല്ലേലൂയ. ഇപ്പോൾ ആ ക്രൂശിലേക്ക് നോക്കിയാലേ अभी अगर हम उस क्रूस की ओर देखते हैं ഒരു മനുഷ്യനെ കിടക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. एक मनुष्य को वहां पर चढ़ाया गया हम देख नहीं सकते। ഹല്ലേലൂയ. ഒരു മാംസപിണ്ഡം ആ ക്രൂശിൽ കിടക്കുന്നത് കാണാൻ സാധിക്കുന്നത്. മാംസകഷ്ണം. एक जो मांस का टुकड़ा वहां पर चढ़ाया हुआ ऐसे हम देख सकते हैं। കാരണം ഈ ശരീരം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. क्योंकि शरीर पूरा लहू से भरा हुआ है। ഹല്ലേലൂയ. രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുക ഈ ശരീരം മുഴുവനും. क्योंकि शरीर पूरा लहू से भरा हुआ है। ഭജൻ സംഗീതം നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. भजन संहिता में इस प्रकार पढ़ते हैं। അവന്റെ നാവണ്ണാക്കോട് പറ്റിപ്പോയ സമയത്ത് उसका जो जीभ है वो पूरी तरह से अंदर चला गया था। ഒന്ന് ശ്വാസം നല്ലപോലെ എടുക്കാൻ കഴിയത്തില്ല ക്രൂശി കിടക്കുമ്പോൾ. वे श्वास भी नहीं ले पा रहे थे, സംസാരിക്കാൻ കഴിയത്തില്ല നല്ലവണ്ണം. बातचीत भी नहीं कर सकते थे। ഹല്ലേലൂയ. ആർക്കും കണ്ടാൽ ഇത് യേശുവാണെന്ന് പറയാൻ കഴിയാത്ത നിലയിൽ അവന്റെ രൂപം മാറിപ്പോയി. अगर उन्हें देखेंगे तो ये यीशु है क्या, ऐसा हम देख नहीं सकते। ऐसे उनका रूप बदल गया। ഹല്ലേലൂയ. അവന്റെ ശരീരം മുഴുവൻ മുറിവുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. उनका पूरा शरीर लहू से भरा हुआ था। മരണ വേദനയിലായി ഇപ്പോൾ യേശു ക്രൂശി കിടക്കുന്നത്. और जो है मरने के उस अवस्था में प्रभु यीशु मसीह क्रूस पर है। ഹല്ലേലൂയ. മരണ വേദനപ്പെടുന്ന യേശു നമുക്ക് അവിടെ കാണാൻ സാധിക്കും. मरने का दर्द कैसा हो सकता है ये हम समझ सकते हैं। എന്തിനായി കഷ്ടത യേശു അവിടെ അനുഭവിക്കുന്നത്? प्रभु यीशु मसीह ने कष्ट क्यों सहा? നമ്മൾ ഓരോരുത്തരും ചെയ്ത കുറ്റത്തിന്റെ ശിക്ഷയാ യേശു ഏറ്റുവാങ്ങിയത്. हमारे एक एक पापों का जो दंड है, जो शिक्षा हमें मिलना था, वो प्रभु यीशु मसीह ने अपने ऊपर ले लिया। നമ്മുടെ ഓരോ കുറ്റത്തിനും നമ്മളായിരുന്നു ശിക്ഷ അനുഭവിക്കേണ്ടത്. हमारे एक एक पापों का दंड जो हमें मिलना चाहिए था। പക്ഷെ നമ്മുടെ എല്ലാ പാപങ്ങളെ ഏറ്റുകൊണ്ട് അവൻ ആ കഷ്ടത ആ ക്രൂശിൽ അനുഭവിക്കുന്നത്. लेकिन हमारा सारा दंड प्रभु यीशु मसीह ने उस क्रूस पर सह लिया। നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ അവൻ ആ ക്രൂശിൽ കിടക്കുന്നത്. हमारे पापों से छुटकारा देने के लिए प्रभु यीशु मसीह स्वयं क्रूस पर चढ़ाया गया। നമ്മളെ ശാപത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയാ കാൽവരി ക്രൂശിൽ യേശു കിടക്കുന്നത്. हमारे शापों से छुटकारा पाने के लिए प्रभु यीशु मसीह को क्रूस पर चढ़ाया गया। നമ്മളെ അനുഗ്രഹിച്ച് മുന്നോട്ട് വഴി നടത്താൻ വേണ്ടിയാ സ്വർഗ്ഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാ അവൻ ആ ക്രൂശിൽ കിടക്കുന്നത്. हमें स्वर्ग राज्य में हमें अनंत काल में प्रवेश करने के लिए प्रभु यीशु मसीह स्वयं क्रूस पर चढ़ाया गया। ഈ യേശുവിനെ കുറിച്ച് പത്രോസ് ഇപ്രകാരം പറയുന്നത്. इस प्रभु यीशु मसीह के बारे में स्वयं पत्रस इस प्रकार कहता है। മറ്റൊരുത്തരിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന് കീഴിൽ ഭൂമിക്ക്. ഹല്ലേലൂയ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഹല്ലേലൂയ. शार का बारह किसी दूसरे के द्वारा उद्धार नहीं,
क्योंकि स्वर्ग के नीचे मनुष्य में और कोई दूसरा नाम नहीं दिया गया जिसके द्वारा हम उद्धार पा सके। किसी दूसरे के द्वारा उद्धार नहीं, आमेन। क्योंकि स्वर्ग के नीचे मनुष्य में आमेन। और कोई दूसरा नाम नहीं दिया गया जिसके आमेन। द्वारा हम उद्धार पा सके। യേശു മാത്രമാ ദൈവം. केवल प्रभु यीशु मसीह परमेश्वर है, പാപത്തിൽ നിന്ന് രക്ഷിക്കുക, पाप से छुटकारा देने के लिए, ശാപത്തിൽ നിന്ന് രക്ഷിക്കുക, शाप से छुटकारा देने के लिए, സാത്താന്റെ അടിമമുഖത്തിൽ നിന്ന് രക്ഷിക്കുക. शैतान के सब बंधन से छुटकारा ഈ देने के लिए ഭൂമിയിൽ യേശു മാത്രമേ ഉള്ളൂ. केवल इस पृथ्वी पर प्रभु यीशु मसीह है, മറ്റൊരുത്തനും രക്ഷയില്ല. और किसी के द्वारा उद्धार नहीं। നമ്മുടെ യേശു മാത്രമേ ഉള്ളൂ നമ്മളെ രക്ഷിക്കുക. केवल प्रभु यीशु मसीह हमारे उद्धार दे सकता അവനൊപ്പം പറയാൻ ഈ ഭൂമിയിൽ ആരുമില്ല. है, और दूसरे के द्वारा उद्धार नहीं। ഹല്ലേലൂയ. ഹല്ലേലൂയ. അവനെ പോലെ ആരാധനയ്ക്ക് യോഗ്യ ഈ ഭൂമിയിൽ ആരുമില്ല. उसके जैसे आराधना के योग्य इस पृथ्वी पर कोई नहीं है। ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ നമ്മളെ കുറിച്ച് പ്രകാരം പറയുന്നത് भजन संहिता लिखने वाला इस प्रकार से कहता है, 50 मेरे भक्तों को मेरे पास इकट्ठा करो जिन्होंने बलिदान चढ़ाकर मुझसे वाचा बांधी है। ആമേൻ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത വിശുദ്ധന്മാരെന്നാണ് നമ്മളെ കുറിച്ച് പറയുന്നത്. मेरे भक्तों को मेरे पास इकट्ठा करो। ആമേൻ. യാഗം കഴിച്ച് बलिदान करके वाचा में बांधे हुए हम लोगों से इस प्रकार से कहता है, എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. सब अपने आंखों को बंद कर ले। യേശുവിനെ കുറിച്ച് നമുക്ക് കേൾക്കാനിടയായി തീർന്നു. प्रभु यीशु मसीह के बारे में हमने सुना है। ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. यूहन्ना ने इस प्रकार कहा कि यह परमेश्वर का मेमना है जो जगत के पापों को उठा ले जाता है। പത്രോസ് പറഞ്ഞു മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്ത് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവല്ലാതെ വേറൊരു നാമവുമില്ല എന്ന്. हम देखते हैं पतरस ने कहा और किसी के द्वारा उद्धार नहीं की, और पृथ्वी और आकाश में से कोई दूसरा नाम नहीं दिया गया जिसके द्वारा हम उद्धार पा सके। നമുക്ക് വേണ്ടി ആ കർത്താവ് ഹല്ലേലൂയ കാൽവരി യാഗമായി മാറിയത്. हमारे लिए उसने क्रूस के बलिदान को सह लिया। ആ യാഗത്തിൽ നമുക്കൊരു ഉടമ്പടിയുണ്ട്. നമുക്കൊരു ഉടമ്പടിയുണ്ട്. उस क्रूस के बलिदान के द्वारा हमारे लिए एक वाचा है। ഹല്ലേലൂയ. യേശു പാനപാത്രം എടുത്ത് കർത്താവ് എടുത്തിട്ട് പറഞ്ഞു ഇത് എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു എന്ന്. प्रभु यीशु मसीह ने लहू का कटोरा लेकर इस प्रकार से कहा कि यह वाचा का मेरा वह लहू है। ഹല്ലേലൂയ. അവൻ നമ്മളോട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. और परमेश्वर ने हमारे साथ एक वाचा बांधा है। ആ ഉടമ്പടി അവൻ തെറ്റിക്കത്തില്ല ഒരു നാളും. उस वाचा को वो कभी तोड़ नहीं सकता। നമ്മൾ അവനോട് ഉടമ്പടി ചെയ്തതാ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്. നമ്മൾ हाँ, परमेश्वर के वाचा के द्वारा हमारा उद्धार हुआ है। ഹല്ലേലൂയ. हालेलुया। ദൈവം നമ്മളോട് ഉടമ്പടി ചെയ്തത് ഒരിക്കലും തെറ്റിക്കത്തില്ല. परमेश्वर ने हमारे साथ वाचा बांधा है, वो कभी तोड़ नहीं सकता। നമ്മൾ ഒരിക്കലും അവരോട് ഉടമ്പടി ചെയ്തിട്ട് നമ്മൾ തെറ്റിക്കരുത്. हाँ, परमेश्वर के साथ वाचा बांध के हम कभी भी गलती नहीं करना है। എല്ലാവരും കണ്ണുകളെ അടച്ച് അല്പനിമിഷം പ്രാർത്ഥിച്ചാട്ടെ. हम सब अपने आंखों को बंद करें और प्रभु से प्रार्थना। യേശുവിനെ അറിയേണ്ടതുപോലെ നാം അറിയണം. जिस प्रकार परमेश्वर को जानना है उस प्रकार हमें परमेश्वर को समझना है। യേശുവിൽ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരെ प्रभु यीशु मसीह में उद्धार पाए हुए और जो जिन्होंने बपतिस्मा लिया है, വിശുദ്ധിയിലും വേർപാടിലും നാം ജീവിക്കണം. हम एक पवित्र जीवन जीना है। ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം അനുസരിച്ച് മുമ്പോട്ട് കടന്നു പോകണം. परमेश्वर के वचन के अनुसार हमें आगे बढ़ना है। ആ കാൽവരിയിലെ ക്രൂശ് മരണം ഓർത്ത് എന്നും എന്നും നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നവരായിരിക്കണം നമ്മള്. उस कलवरी क्रूस में परमेश्वर के बलिदान को याद करके अपने आप को हमें जांचना है। നമ്മുടെ മുമ്പിൽ തിരുമേശ ഇരിക്കുന്നുണ്ട്. हमारे सामने परमेश्वर का मेज तैयार है। നമ്മൾ കേട്ട ക്രൂശീകരണത്തിന്റെ അനുഭവം മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ തിരുമേശയുടെ ഭാഗമാക്കാറുള്ളൂ. और हमने जो परमेश्वर के क्रूस के बलिदान के बारे में सुना है उसे याद करके हम परमेश्वर के मेज में शामिल हो। ഇന്ന് പകലിൽ നമ്മളെ തന്നെ ദിവസം സമർപ്പിച്ചാട്ടെ. आज हम अपने आप को परमेश्वर को समर्पण करें। കർത്താവേ നീ മാത്രമായി എന്റെ ദൈവം എന്ന് പറഞ്ഞാട്ടെ. केवल तू मेरा परमेश्वर है, हम ऐसे परमेश्वर से कहे। നീ എന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി മരിച്ചു എന്ന് പറഞ്ഞാട്ടെ. मेरे पापों के लिए तू कलवरी क्रूस पर चढ़ाया നീ गया। എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് പറഞ്ഞാട്ടെ. मेरे पापों से तूने मुझे छुटकारा दिया, ऐसे हम बोले। നീ എന്നെ ശാപത്തിൽ നിന്ന് വിടുവിച്ചു എന്ന്
പറഞ്ഞാട്ടെ मेरे शाप से केवल आपने हमें छुटकारा दिया, ऐसा प्रभु से कहे। സകല സാത്താനെ അടിമത്തത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാട്ടെ शैतान के सारे बंधन से तूने मुझे छुड़ाया है, ऐसा परमेश्वर से कहे। അങ്ങേക്ക് വേണ്ടി ഞാൻ വിശുദ്ധിയോടെ ജീവിച്ചു കൊള്ളാമെന്ന് ഈ പകൽക്കാലം ഒന്ന് തീരുമാനമെടുത്താട്ടെ आज हम सुबह ऐसा निश्चय ले कि प्रभु मैं तेरे लिए एक पवित्र जीवन जीऊंगा। ഞാൻ ദൈവവചനം അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനമെടുത്താട്ടെ ഈ പകലില് मैं परमेश्वर के वचन के अनुसार जीऊंगा, ऐसा हम निश्चय ले। മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. और किसी के द्वारा उद्धार नहीं, और आकाश और स्वर्ग के नीचे और कोई नया नाम नहीं दिया गया जिसके द्वारा हम उद्धार पा सके। യേശുവല്ലാതെ മറ്റൊരു ദൈവവുമില്ല. प्रभु यीशु मसीह को छोड़कर और कोई परमेश्वर नहीं। ആ കർത്താവിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് उस परमेश्वर के सामने हम अपने आप को समर्पण करें। കാൽവരിയിലെ മരണത്തെ ഓർത്തുകൊണ്ട് कलवरी क्रूस पर बलिदान को स्मरण करके വിശുദ്ധിയോടുകൂടി തിരുമേശന്റെ ഭാഗമാകാകുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. और पवित्र मेज में हम सब शामिल हो। ആമേൻ. പ്രിയ കണ്ണുകളടയ്ക്ക് പ്രാർത്ഥന. आमीन। हम अपने आंखों को बंद करें, हम प्रार्थना करें। പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ. കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിശുദ്ധിയോടെ ഭാഗമാകാൻ കർത്താവ് സഹായിക്കണമേ. തിരുമേശ ശുശ്രൂഷ ദൈവം അനുഗ്രഹിക്കണമേ. ശുശ്രൂഷിക്കാനുള്ള അഭിഷേകത്തിനെ ബലപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശു നാമത്തിൽ തന്നെ.